സൂര്യക്കിപ്പോ എങ്ങനെയുണ്ട്? ചോദിച്ചു കേട്ടില്ലേ? അവൻ അപകടം പറ്റുമ്പോ താൻ അവിടെ ഇല്ലായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരുമ്പോ താൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇത്രയും സമയം കഴിഞ്ഞ് വന്നിട്ട് കൽപ്പിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. എന്തു പറ്റി നിങ്ങൾക്ക്? വല്ലാതെ ക്ഷോഭിക്കുന്നുണ്ടല്ലോ. ഓ, ഇവളുടെ വീട്ടുകാരെ ഞാൻ ഇറക്കി വിട്ടത് അറിഞ്ഞിട്ടുണ്ടാവും. തന്നിൽ നിന്നും നല്ല പ്രവൃത്തികളൊന്നും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് എനിക്കതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ആ പാവങ്ങളെ കണ്ണീര് കുടിപ്പിച്ചതിന് ഞാൻ അനുഭവിക്കായിരിക്കും അല്ലേ? അപ്പോഴും ഇവളുടെ അച്ഛൻ ചെയ്ത തെറ്റ് നിങ്ങൾ കാണുന്നില്ല. എന്ത് തെറ്റാ താൻ പറ? എന്റെ മകനെ കൊല്ലാൻ ശ്രമിച്ചില്ലേ? ഇവളെ ദ്രോഹിച്ചതിന്റെ പേരില് അയാള് പകരം വീട്ടിയതാ. ഞാനോ നിങ്ങളോ ആ പടക്കം പൊട്ടിയതിന്റെ അടുത്തുണ്ടായിരുന്നെങ്കിലേ അയാള് നമ്മളെയും കൂടെ ലക്ഷ്യം വെച്ചേനെ. പത്മ, സ്റ്റോപ്പ് ഇറ്റ്. അന്തരീക്ഷത്തിൽ നിന്ന് കഥകൾ മെനഞ്ഞുണ്ടാക്കിയൊന്നും പറയണ്ട. അവിടെ നടന്ന സംഭവങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. എന്റെ മകൻ അപകടം ഉണ്ടായത് എങ്ങനെയാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഡാഡി എന്തിനാ അവൾക്ക് വേണ്ടി വാദിക്കുന്നത്? ഇവളുടെ അച്ഛൻ കൊല്ലാൻ ശ്രമിച്ചത് തന്നെ. കൊലപാതകി അയാള്, കൊലപാതകി. മതി. ഇനി ആ നാവ് കൊണ്ട് എന്റെ അച്ഛൻ എന്തേലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്തിയോടി? നീ ആരെയടി ഭീഷണിപ്പെടുത്തുന്നേ? അല്ലെങ്കിൽ അത്രയും വലിയൊരു പടക്കം സൂര്യയുടെ ദേഹത്ത് വീട് പൊട്ടിയത് എങ്ങനെയാടി? അറിയണോ നിങ്ങക്ക്? എന്റെ സൂര്യ സാറിനെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് അറിയണോ? സൂര്യ സാറിന്റെ ദേഹത്തേക്ക് പടക്കം എടുത്തെറിഞ്ഞത് ആരാന്ന് എനിക്കറിയാം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഇനി ആരുടെ തലയിലടി നീ കുറ്റം ചാർത്താൻ പോന്നെ? നീ നോക്കിക്കോ. വേണോന്ന് വിചാരിച്ച നിന്റെ ആ നെറുകെട്ട അച്ഛനുണ്ടല്ലോ സുദേവൻ, അയാളെ നിന്റെ വീടിനകത്ത് കയറി പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും ഞങ്ങള്. എന്റെ സൂര്യ സാറിന് നേരെ പടക്കം എടുത്തെറിഞ്ഞത് നീയാ. ആ സമയത്ത് നിന്റെ കൂടെ നിന്റെ ഭർത്താവും ഉണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ടില്ല എന്ന് കരുതിയോ? ഇത്രയും നേരം ഇവിടെ നിന്ന് ഇയാൾ എന്നെ കുറ്റപ്പെടുത്തി പലതും സംസാരിച്ചിട്ടും എന്റെ സൂര്യ സാറിന്റെ കിടപ്പുറത്ത് ഞാൻ ക്ഷമിച്ചതാ. എന്റെ സൂര്യ സാറിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, കൊന്നുകളയും നിന്നെ ഞാൻ. നീ ആരാടി? നീ ആരാന്ന്? നിന്റെ അച്ഛൻ എന്റെ മകളുടെ ഭർത്താവിനെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഇപ്പോ നീ എന്റെ മകളെ അടിച്ചു അല്ലേ? കാലി തൊഴുത്തി കിടന്ന സുദേവന്റെ മകൾക്ക് ഇത്ര അഹങ്കാരോ? ഇതുവരെ നീ എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോവാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ നീ ഒന്ന് ഓർത്തോ,